It's a very great privilege to return to Zion. I think I was here a couple of years ago. ഏകദേശം 2 വർഷം മുൻപാണ് ഈ സഭയിൽ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഒരു പ്രാവശ്യം കൂടെ കടന്നു വരാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. I'm here this week to celebrate with Mummy and Rehoboth on 70 years since her call to serve India. നമ്മുടെ റഹബോത്തിലെ മമ്മി ഇവിടെയുള്ള ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിട്ട് ഏകദേശം 70 വർഷം ആകുന്നു. ആ ബന്ധത്തിലാണ് ഈ പ്രാവശ്യം കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. On the boat that brought Mummy to India, there was a woman missionary also going to India for the first time. മമ്മി ആദ്യത്തെ തവണയോ രണ്ടാമത്തെ തവണയോ ഒരു ചെറിയ ബോട്ടില് ശ്രീലങ്കയിലേക്ക് വരുന്ന യാത്രയില് ആ ബോട്ടിൽ വേറൊരു മിഷണറി വനിത കൂടി ഉണ്ടായിരുന്നു. She was carrying a small baby in her arms. ആ മിഷണറി വനിതയുടെ കൂടെ ഒരു ചെറിയ കുഞ്ഞിനെ അവര് കയ്യിലേക്ക് ഏന്തിക്കൊണ്ടാണ് ഈ മിഷണറി വനിത കടന്നു വന്നത്. And she was my mother. ആ മിഷണറി വനിത എന്റെ അമ്മയായിരുന്നു. So you know how old I am. അപ്പൊ എന്റെ വയസ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. After I've been here a week, I go to Ethiopia. ഒരാഴ്ച കൂടി ഇവിടെ നിന്നതിന് ശേഷം ഞാൻ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് ആഫ്രിക്കയിലെ എത്യോപ്യ എന്ന രാജ്യത്തേക്ക് കടന്നു പോവുകയാണ്. In Addis Ababa, we are gathering for a conference of Brethren Training Network. Brethren Training Network എന്ന് പറയുന്ന ഒരു ആഗോള സംഘടനയുടെ ഒരു കോൺഫറൻസിനായിട്ടാണ് എത്യോപ്യയിലേക്ക് ഞാൻ പോകുന്നത്. So all the Brethren Training organizations and Bible colleges around the world meet every 3 or 4 years, and this time it is in Ethiopia. 3-4 വർഷം കൂടുമ്പോൾ ഇങ്ങനെയുള്ള ബൈബിൾ സ്കൂളുകളുടെയും അങ്ങനെയുള്ള ട്രെയിനിങ് സെന്ററുകളുടെയും ഉത്തരവാദിത്തപ്പെട്ടവർ ഒരുമിച്ച് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് രാജ്യത്ത് കൂടുന്ന പതിവുണ്ട്. ആ മീറ്റിംഗ് ആണ് ഈ വർഷം ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച എത്യോപ്യയിൽ വെച്ച് നടക്കുന്നത്. So we would value your prayers that will be a profitable time. ആ പ്രവർത്തനത്തിന് ആ സമ്മേളനത്തിന് അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ അപേക്ഷിക്കുകയാണ്. I then go on to Britain and I meet with some people. In fact, I meet with my daughter and family who live and serve in the country of Jordan. അവിടെയുള്ള സമ്മേളനത്തിന് ശേഷം ഞാൻ യുകെയിലേക്കും അതുപോലെ ജോർദനിലായിരിക്കുന്ന എന്റെ മകളും കുടുംബവും അവരെയും സന്ദർശിക്കുവാനായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. And then I'll return to my wife Judith and our other 2 daughters who live in New Zealand. അതിനുശേഷം എന്റെ ഭാര്യയും മറ്റ് മക്കളും താമസിക്കുന്ന ന്യൂസിലൻഡിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. It's been a privilege for us over about 17 years to serve the Lord here at SIAX in Bangalore. കഴിഞ്ഞ 17 വർഷമായിട്ട് ബാംഗ്ലൂരിലുള്ള സയാക്സ് ബൈബിൾ കോളേജിനോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ട് ആയിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. So God has been very faithful over that time. ദൈവത്തിന്റെ വിശ്വസ്തത കഴിഞ്ഞ നാളുകളൊക്കെ അനുഭവിച്ചറിയാനായിട്ട് ഇടയാകുന്നു. I know that God has been very faithful to Mummy over this time also. ഈ നാളുകളിലൊക്കെയും റഹബോത്തിലെ മമ്മിയോട് ബന്ധത്തിലും ദൈവം വിശ്വസ്തനായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. You may have heard many stories of God's marvelous provision just at the time when she needs it most. പലപ്പോഴും ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ ദൈവം തക്ക സമയത്ത് ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കാനായിട്ട് ഇടയായിട്ടുള്ളത് പലപ്പോഴും ഓർക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. Isn't it true that God wants our obedience and He wants to bless us? ദൈവം നാം ദൈവത്തെ അനുസരിക്കുന്നവരായി ജീവിക്കണം എന്നുള്ളതും അതിന്റെ ഫലമായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കാനായിട്ടും ആഗ്രഹിക്കുന്നവരാണ്. But no doubt you also know Mummy has suffered and endured many difficulties along that journey. മമ്മിയോടുള്ള ബന്ധത്തിലും റഹബോത്തിലെ മമ്മിയോടുള്ള ബന്ധത്തിലും തന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലെ പല പ്രതിസന്ധികളിലും കടന്നു പോകാനായിട്ട് ദൈവം അനുവദിച്ചിട്ടുണ്ട്. Someone was reading from Isaiah 50 earlier this morning. ഇന്ന് രാവിലെ നാം യെശയ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് ഇടയായല്ലോ. And there's a verse there that captures what I want to communicate today. Verse 10. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് അതിന്റെ 10-ാം വാക്യത്തിൽ നിന്ന് നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. If you are walking in darkness without a ray of light,
trust in the Lord. നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവനാ തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. Trust in the Lord and rely on your God. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ എന്നാണ് നമ്മളോട് വായിക്കുന്നത്. Verse 11 continues, but watch out, you who live in your own light, God will bring your downfall. അടുത്ത വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, തീ കത്തിച്ച് തീയമ്പുകൾ അരക്കി കെട്ടുന്നവരെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പിൻ, എന്നാൽ നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും. So I want today to look at the life of Abraham. ഇന്ന് രാവിലെ അബ്രഹാമിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആണ് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. And we're going to look at how he reacted. Sometimes in his life he was walking in darkness, and sometimes he had God's presence. അബ്രഹാമിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലും ഇങ്ങനെയുള്ള അന്ധകാരത്തിന്റെ അനുഭവത്തിലൂടെ ചിലപ്പോഴൊക്കെയും കടന്നു പോകാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ മറ്റു ചില സന്ദർഭത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കാനായിട്ടും ദൈവം ഇടയാക്കി. I remember visiting Mahabalipuram one year. ചില നാളുകൾക്ക് മുമ്പ് ചെന്നൈക്ക് അടുത്തുള്ള മഹാബലിപുരത്ത് ഞാൻ കടന്നുപോയത് ഞാൻ ഓർക്കുന്നു. You may know there's a big sculpture on the cliff face of, it's called Arjuna's penance. അവിടെയുള്ള പ്രത്യേകമായിട്ടുള്ള ശില്പങ്ങള് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് മഹാബലിപുരത്തുള്ളത്. And Arjuna is standing on one leg and holding up a big rock in order to win a boon, a blessing from the gods. അർജുനൻ എന്ന് പറയുന്ന ആ ഒരു ശില്പം അങ്ങനെ ഒരു ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഒരു അനുഗ്രഹത്തിനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ശില്പമുണ്ട്. The idea that we can do something to make God bless us is very deep in human thinking. ആ മാനുഷികമായ ചിന്തയില് അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ തപസ് ചെയ്തുകൊണ്ട് ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാം എന്നുള്ളൊരു ചിന്ത മനുഷ്യരുടെ ഉള്ളിലുണ്ട്. I remember reading in an Indian magazine about a Christian football player who wanted to win the football match, and so he stood in the corner of the field and made a promise to God. ഒരു ക്രിസ്ത്യാനിയായ ഫുട്ബോൾ കളിക്കാരനെ കുറിച്ച് ഞാനൊരു ക്രിസ്ത്യൻ മാഗസിനിൽ ഇങ്ങനെ വായിക്കുകയുണ്ടായി. ആ കളി ജയിക്കാനായിട്ട് ആ ഗ്രൗണ്ടിന്റെ ഒരു മൂലയ്ക്ക് നിന്നുകൊണ്ട് അദ്ദേഹം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, God, if you help me win this game, I will give my daughter to the convent. കർത്താവേ, അവിടുന്ന് എന്നെ ഈ കളി ജയിക്കാനായിട്ട് സഹായിച്ചാൽ എന്റെ മകളെ ഞാൻ കോൺവെന്റില് ശുശ്രൂഷിപ്പാനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. I wonder what it is in your life that you would give everything for to make it happen. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനായിട്ട് നാം എല്ലാം നൽകുവാനായിട്ട് ഒരുപക്ഷെ ഒരുക്കമുള്ളവരായിരിക്കാം. Maybe there's darkness in your life and one thing would surely turn the light on. ഒരുപക്ഷെ അന്ധകാരത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും ഒരു ചെറിയ സംഭവമായിരിക്കാം ദൈവത്തിൽ നിന്നുള്ള പ്രകാശം ലഭിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. How easy it is to turn to God and say, if you do this, I will do that. ദൈവത്തോട് പറയാനായിട്ട് അല്പം കൂടി എളുപ്പമാണ്, ദൈവമേ അവിടുന്ന് ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുന്നത് അല്പം കൂടി എളുപ്പമുള്ള കാര്യമാണ്. So let's look at the life of Abraham, because he is in exactly this dark situation. എബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കാം. അബ്രഹാമും ഇങ്ങനെയുള്ള അന്ധകാരത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയി. And if we take the story up in Genesis 16, what is it that Abraham still wants to be happy? ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്ന് അബ്രഹാമിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ എന്താണ് വാസ്തവത്തില് അബ്രഹാം ആഗ്രഹിച്ചിരുന്നത്? What does he want? എന്തായിരുന്നു അബ്രഹാം ആഗ്രഹിച്ചിരുന്നത്? He wants a son. ഒരു മകനെയാണ് അബ്രഹാം ആഗ്രഹിച്ചിരുന്നത്. So remember, some years earlier, God had promised Abraham, you will be the father of a nation, you will have the land of promise, and you will be a blessing to the world. ചില വർഷങ്ങൾക്ക് മുൻപ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കും, നിന്നിലൂടെ ഞാൻ ലോകത്തിലെ സകല ജാതികളെയും അനുഗ്രഹിക്കും. വാഗ്ദത്തം ദൈവം അവന് നൽകുകയുണ്ടായി. And Abraham is still waiting years and years later, and then Sarah has this very bright idea.
അബ്രഹാം വർഷങ്ങൾ കാത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്. So if we go to the next slide, you'll see Sarah suggests to Abraham, why don't we use Hagar so that we can have a son? എന്തുകൊണ്ട് ഹാഗാറിലൂടെ നമുക്കൊരു ഒരു മകനെ ലഭിച്ചുകൂടാ എന്നുള്ള ആ നിർദ്ദേശം സാറയാണ് അബ്രഹാമിന് നൽകുന്നത്. It's very interesting, isn't it? To get what God has already promised, Abraham is trying to help God. ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യം നിറവേറുവാനായിട്ട്, ദൈവത്തെ സഹായിക്കുവാനായിട്ട് ഇവിടെ അബ്രഹാം ശ്രമിക്കുകയാണ്. Does God want to bless us? ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവനാണോ? Surely God has promised blessing. Why does he make Abraham wait? ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കാനായിട്ട് തീരുമാനിച്ചാൽ പിന്നെ എന്തുകൊണ്ടാണ് ദൈവം അതിന് കാലതാമസം വരുത്തുന്നത്? The Bible constantly talks about God having promises for good for us. നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് ദൈവവചനത്തിലൂടെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. We are invited into his Sabbath rest. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വിശ്രമത്തിലേക്ക് ദൈവം നമ്മെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. We are invited to join him in a wonderful heaven in the future. ഭാവിയിൽ ആ സ്വർഗീയ ഭവനത്തിലേക്ക് ദൈവം നമ്മെ അവകാശികളാക്കി തീർത്തിരിക്കുകയാണ്. Let's call this idea that God wants to bless us the great happiness. ദൈവം നമുക്ക് നൽകുവാൻ പോകുന്ന ആ വലിയ അനുഗ്രഹങ്ങളെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ള രീതിയിൽ നമുക്ക് വിളിക്കാം. Mahasandosha. The great happiness. ഏറ്റവും വലിയ മഹാസന്തോഷം. Does God want you and I to experience the great happiness? ആ മഹാസന്തോഷം അനുഭവിക്കാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടോ? Absolutely. God wants to bless us. But why does he make us wait? ദൈവം നമ്മെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് കാലതാമസം വരുന്നത്? So Sarah has this bright idea. Why don't we let you marry Hagar, and then Hagar can have a child that will be yours, and God's blessing will start to come. ആ കാലതാമസത്തിന്റെ സമയത്താണ് സാറ ഇങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുന്നത്. ഹാഗാറിലൂടെ നമുക്കൊരു മകനെ ലഭിക്കും, അതിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കാം എന്നുള്ളത്. So next slide. You see what Abraham and Sarah are doing here is relying on themselves to get the great happiness. ദൈവം വാഗ്ദത്തം ചെയ്ത മഹാസന്തോഷം ലഭിക്കുവാനായിട്ട് അബ്രഹാമും സാറയും തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. Abraham is thinking, I can do something to make God's great plan for happiness happen. ദൈവം വാഗ്ദത്തം ചെയ്ത ആ സന്തോഷം ലഭിക്കാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് അബ്രഹാം തീരുമാനിക്കുകയാണ്. Unfortunately, the plan does not go very well. എന്നാൽ നമുക്കറിയാം ആ തീരുമാനം ശരിയായ രീതിയിലല്ല അത് മുൻപോട്ട് പോയത്. As soon as Hagar becomes pregnant, Sarah gets angry and begins to mistreat her. ഹാഗാർ ഗർഭിണിയായപ്പോൾ സാറ അവളോട് കഠിനമായി പെരുമാറുവാനായിട്ട് തുടങ്ങി. So the result of trusting yourself, Abraham found out to be distrust and disharmony. സന്തോഷത്തിന് വേണ്ടി തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നത് അബ്രഹാമിന് വളരെ പെട്ടെന്ന് മനസ്സിലായി അത് അസന്തോഷത്തിലേക്കും അസന്തുഷ്ടിയിലേക്കുമാണ് നയിക്കുന്നത് എന്നുള്ളത്. So 14 years later, God comes again to Abraham and repeats the promise of the great happiness. 14 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് ആ മഹാസന്തോഷത്തിന്റെ വാഗ്ദത്തം വീണ്ടും അവന് നൽകുകയാണ്. You will have a son, he says, and Abraham laughs quietly. നിനക്ക് ഒരു മകൻ ജനിക്കും എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അത് ചിരിക്കുകയാണ് ഉണ്ടായത്. How can I have a son? I'm 100 years old. ഏകദേശം 100 വയസ്സുള്ള എനിക്ക് എങ്ങനെ ഒരു മകൻ ഉണ്ടാകും? So Abraham says, may Ishmael live under your special blessing. അതുകൊണ്ട് അബ്രഹാം ദൈവത്തോട് പറയുകയാണ്, ഈ ഇശ്മായേൽ നിന്റെ സന്നിധിയിൽ ആ രീതിയിൽ വളരട്ടെ എന്ന് പറയുകയാണ്. And God says, no thank you, Abraham. I don't need your help to make the great happiness happen. എന്നാൽ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, അങ്ങനെയല്ല,
ഈ മഹാസന്തോഷം നടക്കുവാനായിട്ട് നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. And he institutes the mark of circumcision. അവിടെയാണ് ദൈവം അവന് പരിച്ഛേദന കൽപ്പിച്ചു കൊടുക്കുന്നത്. What is circumcision? എന്താണ് പരിച്ഛേദന എന്ന് പറയുന്നത്? Well, it's the cutting off of some skin on a bodily member of a man. ആ ശരീരത്തിന്റെ ഒരു ഭാഗം അത് ഛേദിക്കുന്നതാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. If you don't understand, you ask your mother. I am not going to tell you here. So, what does circumcision mean? എന്താണ് പരിച്ഛേദനയുടെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത്? You see, what it means is terribly important for what Abraham is learning during this period. ഈ പ്രത്യേക സാഹചര്യത്തില് അബ്രഹാമിനെ ദൈവം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാഠത്തോടുള്ള ബന്ധത്തില് പരിച്ഛേദനയുടെ അർത്ഥം നാം മനസ്സിലാക്കാനായിട്ട് ആവശ്യമുണ്ട്. And it's tremendously significant that this circumcision takes place in the very bodily member that which Abraham tried to use to help God. ദൈവത്തെ സഹായിക്കാനായിട്ട് അബ്രഹാം എന്താണോ ചെയ്യാനായിട്ട് ശ്രമിച്ചത് തന്റെ സ്വന്തം ശക്തിയില് അതേ കാര്യത്തെയാണ് ദൈവം ഛേദിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. You see, circumcision means I am someone who trusts God. പരിച്ഛേദന എന്ന് പറയുന്നത് ശരിയായ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ സമ്പൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ള ഒരു സമർപ്പണമാണ്. All those who follow Abraham are circumcised. Why? Because they also trust God. അബ്രഹാമിന്റെ മക്കളായിട്ടുള്ള എല്ലാവരും പരിച്ഛേദന ഏറ്റവരാണ്. കാരണം എന്താണ്? അവർ ദൈവത്തിൽ ആശ്രയിച്ചവരാണ്. What had Abraham learned in these 14 years after the Ishmael trouble? ആ ഇസ്മായിലിന്റെ ആ പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം കഴിഞ്ഞ 14 വർഷം അബ്രഹാം പഠിച്ച പാഠം എന്താണ്? So Abraham had learned to trust God. അബ്രഹാം ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് പഠിച്ചു. Good. So Isaac is born. ഇസാക്ക് ജനിച്ചു. The great happiness is beginning. വലിയ മഹാസന്തോഷം ആരംഭിക്കുകയാണ്. Abraham does not rely on himself to get the great happiness. ആ മഹാസന്തോഷം ലഭിക്കുവാനായിട്ട് അബ്രഹാം തന്നിൽ തന്നെ അല്ല ആശ്രയിക്കുന്നത്. He learned to wait on God. ദൈവത്തിനായിട്ട് കാത്തിരിക്കുവാനായിട്ട് അബ്രഹാം പഠിക്കുവാനായിട്ടിടയായി. This is what it means to trust God. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് നാം മനസ്സിലാക്കേണ്ടത്. All right. Let's go forward another 14 years to Genesis chapter 22. നമുക്കൊരു 14 വർഷം കൂടെ മുൻപോട്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ മുൻപോട്ട് പോകാം. 22-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Now Isaac is a 14-year-old boy. ഇപ്പോൾ ഇസാക്കിന് 14 വയസ്സ് പ്രായമായി. And God tests Abraham's faith. ദൈവം ഇവിടെ അബ്രഹാമിന്റെ വിശ്വാസത്തെ പരിശോധിക്കുകയാണ്. God calls to Abraham and Abraham says, "Yes, here I am." ദൈവം അബ്രഹാമിനെ വിളിച്ചു. അടിയനിതാ എന്ന് അബ്രഹാം പ്രതികരിച്ചു. Verse 2, "Take your son, your only son, yes, Isaac, whom you love so much, and go to the land of Moriah. Go and sacrifice him as a burnt offering on one of the mountains that I will show you." രണ്ടാം വാക്യം, അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. Wow. What would Abraham do? എന്താ അബ്രഹാം ചെയ്യാനായിട്ട് പോകുന്നത്? What would you do? നമ്മളാണ് എന്ത് ചെയ്യും? It's fascinating. Abraham gets up very early the next morning and gets on the way to obey. നമ്മളോട് വായിക്കുന്നത് അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് ദൈവം കൽപ്പിച്ചത് ചെയ്യുവാനായിട്ട് പുറപ്പെട്ടതായിട്ട് നാം വായിക്കുന്നു. So do you want to read verse 6 to 8 of that chapter? 6 മുതൽ 8 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് എടുത്ത് തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട്, "അപ്പ" എന്ന് പറഞ്ഞതിന് അവൻ, "എന്താകുന്നു മകനെ" എന്ന് പറഞ്ഞു. "തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. So God will provide a sheep for the burnt offering, my son. So Abraham lays Isaac on the altar.
അബ്രഹാം ഇസാക്കിനെ യാഗപീഠത്തിന്മേൽ കെടുത്തുകയാണ്. He picks up the knife to kill his son as the sacrifice. അവനെ ഹോമയാഗം കഴിക്കാനായിട്ട് കത്തിയെടുത്തു. But God stops him. എന്നാൽ ദൈവം അവനെ തടുത്തു. Don't lay a hand on the boy, the angel says. Now I know that you truly fear God. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, നീ ഇപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് അരുളി ചെയ്തു. You have not withheld from me even your son, your only son. നിന്റെ ഏകജാതനായ മകനെ നീ തരുവാൻ മടിക്കായികൊണ്ട് എന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. So you see, not only did Abraham trust God to get the great happiness, he did not rely on himself to keep the great happiness. ദൈവം വാഗ്ദത്തം ചെയ്ത മഹാസന്തോഷം ലഭിക്കാനായിട്ട് അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ ആ സന്തോഷം പിടിച്ചുകൊള്ളുവാനായിട്ട്, അത് വെച്ചുകൊള്ളുവാനായിട്ട് കൂടെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. Abraham learns to still trust God through today. ഈ സാഹചര്യത്തിലും സമ്പൂർണ്ണമായിട്ട് ദൈവത്തിൽ തന്നെ ആശ്രയിക്കുവാനായിട്ട് അബ്രഹാം ഇടയായി. Abraham was someone who was still waiting for God to do his promises. ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ശക്തനാണ് എന്നുള്ളത് അബ്രഹാം വിശ്വസിച്ചു. So many people around us are relying on themselves to get happy. സന്തോഷം ലഭിക്കുവാനായിട്ട് നാം കാണുന്ന അനേകര് അവര് തങ്ങളിൽ തന്നെയാണ് ആശ്രയിക്കുന്നത്. They seek great wealth at the expense of relationships that are precious. അവർക്കുള്ള മറ്റ് ബന്ധങ്ങൾ ഉപയോഗിച്ച് ധനം സമ്പാദിച്ച് സന്തോഷം നേടുവാനായിട്ട് ശ്രമിക്കുന്നു. And they will do anything to keep what makes them happy. ആ സന്തോഷം നിലനിൽക്കുവാനായിട്ട് എന്തും ചെയ്യുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. We all want happiness and success and certainty, but these people will fight for it. ആ സന്തോഷവും അത് നിലനിൽക്കുവാനായിട്ട് അതിനുവേണ്ടി അവരെ എന്തും ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണ്. So you know friends, you know other Christians even, whose aim in life is to be famous and wealthy and powerful. ഒരു പക്ഷേ മറ്റു ചിലരുടെ ജീവിതത്തിൽ ആഗ്രഹം എന്ന് പറയുന്നത് പേരും പ്രശസ്തിയും നേടുക, അങ്ങനെ സന്തോഷം നേടുക എന്നുള്ളതായിരിക്കാം. I can tell from all the billboards on the way from the airport that many people want lots of big gold chain. പലപ്പോഴും പരസ്യ ബോർഡുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള പൊന്നാഭരണങ്ങളൊക്കെ ധരിച്ച് ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന ആളുകൾ. They want a big house like a palace. വലിയ വീടുകൾ പണിത്, കൊട്ടാരം പോലെയുള്ള വീടുകൾ പണിത് അങ്ങനെ സന്തോഷം കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്നവർ. And they want a son or a daughter who is settled overseas. ഒരുപക്ഷെ വിദേശത്തെ മക്കൾക്ക് ജോലി ലഭിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ. They cling to all the possessions they have, never giving anything to anyone. അവർക്കുള്ള സ്വന്തം എന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെയും അവര് അതിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Not only is this sort of life useless, it is the opposite of what God wants to bless us. എന്നാൽ ഇങ്ങനെയുള്ള ജീവിതം അത് തികച്ചും നിഷ്പ്രയോജനമാണെന്ന് മാത്രമല്ല, ദൈവം നമ്മെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് അത്. We have the next slide. Yeah. The Christian community should not be like that. We are not those who are grasping after wealth and fame and power. എന്നാൽ ദൈവമക്കളായ നാം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലല്ല ആയിരിക്കാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ധനത്തിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെയോ പുറകെ നാം ഓടുവാനായിട്ട് ആവശ്യമില്ല. Why is that? Because we believe in God's promised future. എന്തുകൊണ്ടാണ് അത്? കാരണം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലാണ് നാം വിശ്വസിക്കുന്നത്. And we don't have to make that future happen. We are willing to wait for God. ആ ദൈവം വാഗ്ദത്തം ചെയ്യുന്നത് നടന്നു കിട്ടുവാനായിട്ട് നാമായിട്ട് എന്തെങ്കിലും ശ്രമിക്കാനായിട്ട് ആവശ്യമില്ല. ദൈവത്തിനായിട്ട് നാം കാത്തിരുന്നാൽ മതി. So we pray that His kingdom comes. ദൈവത്തിന്റെ രാജ്യം വരണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. We pray that His will be done. ആ ദൈവത്തിന്റെ ഹിതം നടക്കുവാനായിട്ട് നാം പ്രാർത്ഥിക്കുന്നവരാണ്. But we don't pick up machine guns or tanks to make it happen. എന്നാൽ അത് നടക്കുവാനായിട്ട് നാം ആരും ആയുധങ്ങൾ ഉപയോഗിച്ച് ബലമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നാം നേടുന്നില്ല.
we do not misuse our friends and relationships in order to be wealthy ourselves. നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തന്നെ ധനം സമ്പാദിക്കുവാനായിട്ട് നാം ആരും ശ്രമിക്കുന്നില്ല. It's more important that our loved ones and friends are happy rather than we are happy. നമ്മുടെ പ്രിയപ്പെട്ടവർ സന്തോഷമായിരിക്കുന്നതാണ് നമ്മുടെ സന്തോഷത്തെക്കാൾ അധികമായിട്ട് നാം കാണുന്നത്. It's interesting to think Abraham was not perfect, right? അബ്രഹാമും ഒരു പരിപൂർണനായ അവസ്ഥയിലായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. He made many mistakes along the journey. തന്റെ ജീവിതയാത്രയിൽ പല പരാജയങ്ങളും സംഭവിച്ചു. But he's remembered as the father of those who are faithful. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് നാം വായിക്കുന്നത് വിശ്വാസികളുടെ പിതാവ് എന്നുള്ളതാണ്. This means that the community of those who are like Abraham does not need to pretend we are perfect. അതുകൊണ്ട് ദൈവമക്കളായ അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറയുന്ന നാം ആരും പരിപൂർണരാണ് എന്നുള്ള രീതിയിൽ നാം പറയുവാനായിട്ട് ആവശ്യമില്ല. We do not need to pretend we are wealthy and happy. നമുക്ക് ഒന്നിനും കുറവില്ല, നാം സന്തോഷമുള്ളവരാണ് എന്ന് നാം പുറമേ നടിക്കുവാനായിട്ട് ആവശ്യമില്ല. We do not invite people to join our church so that they will get happy. നാം ആരും നമ്മുടെ കൂട്ടത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് അവരെ ഇങ്ങനെയുള്ള സന്തോഷം അനുഭവിക്കണം എന്നുള്ള ലക്ഷ്യത്തിനുമല്ല. We do not promise them wealth if they join. ഭൗമികമായ സമ്പത്തോ മറ്റു കാര്യങ്ങളോ അല്ല അങ്ങനെ കടന്നു വരുന്നവർക്ക് നാം വാഗ്ദാനം ചെയ്യുന്നത്. We cannot even promise that they will not experience problems as Christians. എന്ന് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ ദൈവമക്കളായി ജീവിക്കുമ്പോൾ പ്രതിസന്ധികൾ വരില്ല എന്ന് നമ്മൾ ആരോടും പറയുന്നില്ല. We are not the community who knows how to fix everything. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം വരുത്തുവാനായിട്ട് കഴിയുന്ന ഒരു കൂട്ടം ആളുകളല്ല നമ്മൾ. We are the community of the God who will fix it, and we are waiting for Him. എന്നാൽ നമുക്ക് സഹായകനായിട്ട് നമ്മുടെ കാര്യങ്ങൾ പരിഹാരം വരുത്തുവാനായിട്ട് കഴിയുന്ന ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടമാണ് നാം. We are not those who will heal our broken world. God is. ഈ ലോകത്തിലെ കാര്യങ്ങൾ പരിഹരിക്കുവാനായിട്ട് അല്ല നാം ഇവിടെ ആയിരിക്കുന്നത്. ദൈവമാണ് അതിന് പരിഹാരം വരുത്തുവാനായിട്ടുള്ളത്. So thank God we are free to worship God. രാവിലെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവം നമുക്ക് പദവി നൽകിയിരിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. We don't have to pretend there are no problems all around us. We can worship God who is at work to fix them. നമുക്ക് ചുറ്റും പ്രശ്നങ്ങളില്ല എന്ന് നാം ചിന്തിക്കുവാനായിട്ടോ നടിക്കുവാനായിട്ടോ ആവശ്യമില്ല. ആ കാര്യങ്ങളൊക്കെയും ദൈവം പരിഹരിക്കുവാനായിട്ട് മതിയായതാണ്. I am sure if you promise people wealth, if they believe in Christ, they will come. നമുക്കറിയാം സമ്പത്ത് ലഭിക്കും, നിങ്ങൾക്ക് സുഖസൗകര്യങ്ങൾ ലഭിക്കും എന്നുള്ള ആ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾ വരുവാനായിട്ട് സാധ്യതയുണ്ട്. But that is to destroy the very thing that faith is. Faith is trust in God. എന്നാൽ അത് വിശ്വാസത്തിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു സുവിശേഷമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള സമ്പൂർണ്ണമായ ആശ്രയമാണ്. Remember that verse in Isaiah. If you are walking in darkness and without a ray of light, trust in the Lord and rely on your God. യശയ്യാവിന്റെ 50-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിച്ച വാക്യം ഓർക്കുക. നിങ്ങൾ പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ നടന്നാലും ദൈവത്തിന്മേൽ ആശ്രയിച്ച് ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ എന്നുള്ള ദൈവത്തിന്റെ വാക്ക്. From time to time you will experience periods of darkness. നമ്മുടെ ജീവിതത്തിലെ നാം അന്ധകാരത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുവാനായിട്ട് ദൈവം അനുവദിച്ചേക്കാം. That job that you put your heart on, you didn't get it. നാം ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി നമുക്ക് ലഭിച്ചില്ല. Maybe your son applied to medical school and did not get it. ഒരുപക്ഷെ നിങ്ങളുടെ മകൻ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ആഗ്രഹിച്ചു, അത് ലഭിച്ചില്ല. Maybe your daughter's marriage has turned out very unhappy. ഒരുപക്ഷെ മകളുടെ വിവാഹം സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകാനായിട്ടിടയായി. We are not those who pretend we have no problems. We are those who trust the God who is working to solve and heal the world. ഈ കാര്യങ്ങളൊന്നും നമുക്ക് പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ നാം ആശ്രയിക്കുന്നത് എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം തരുവാനായിട്ട് മതിയായ ദൈവത്തിലാണ്. The wonderful thing is that in the midst of our problems, He is with us. നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന ധൈര്യം. As Mummy said yesterday,
the presence of God through the difficulties, that is what is precious. ഇന്നലെ മമ്മിയെ ആ കാര്യം ഓർപ്പിക്കുകയുണ്ടായി. പ്രതിസന്ധികളുടെ മധ്യത്തില് ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ധൈര്യം. Let me tell you of one experience in my life where the lights went out and I was in darkness. എന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു അന്ധകാരത്തിന്റെ അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയ, പ്രകാശമില്ലാത്ത അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. I was a young man, and in my church there was a young woman that I rather liked. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരി, എനിക്ക് അവരോട് ഇഷ്ടം തോന്നി. So I was very shy and said nothing, did nothing for too long. എനിക്ക് അവരോട് തുറന്നു പറയാനായിട്ട് മടിയായിരുന്നുകൊണ്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തില്ല. But the truth was that I fell in love with her. എന്നാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ആ സഹോദരിയോട് ഇഷ്ടം തോന്നി. And then I asked her if she would like a friendship, and she said no. ഞാൻ അവരോട് ചോദിച്ചു, നമുക്ക് സുഹൃത്തുക്കളായിട്ട് ആയിരിക്കാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി ഇല്ല എന്ന് പറഞ്ഞു. So that was a terribly difficult experience for me. The lights in my life went out. It was darkness. എനിക്കത് വളരെ നിരാശയുണ്ടാക്കിയ ഒരു അനുഭവമായിരുന്നു. കാരണം എന്റെ ജീവിതത്തിലെ പ്രകാശം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ. Okay. You know what I discovered? I discovered that God was worth knowing even if I had lost everything. ദൈവം എന്റെ എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമോ എന്നുള്ളതാണ് ദൈവം എന്നെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. I want you to think about what is the precious thing in your life that you think will make you most happy. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ആ വിലയേറിയ കാര്യം എന്താണ്? And you're so tempted to do something to make that great happiness happen. ആ സന്തോഷം ലഭിക്കുവാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഒരുപക്ഷെ നാം പരീക്ഷിക്കപ്പെട്ടേക്കാം. Isaiah and Abraham, they are urging us to rely on God and wait for Him. യെശയ്യാവും അബ്രഹാമും ഒക്കെയും നമ്മോട് പറയുന്നത് ദൈവത്തിനായിട്ട് കാത്തിരിക്കുവാനായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ടാണ്. I discovered that even though the lights were out, God was precious. പ്രകാശമില്ലാത്ത അവസ്ഥയിലായിരുന്നാലും ദൈവം നമുക്ക് വിലയേറിയവനാണ്, ആശ്രയിക്കുവാൻ മതിയായവനാണ്. Look at verse 13 of chapter 11 of Hebrews. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. All these people died, these great people of faith, they all died still believing what God had promised them. They did not receive what was promised, but they saw it all from a distance and welcomed it. 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു, ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. So even the great Abraham had to trust God right to the end of his life. അബ്രഹാമിനും തന്റെ ജീവിതത്തിലെ അവസാന നിമിഷം വരെ ഈ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് ആണ് ആവശ്യമായിരുന്നത്. Paul explains, doesn't he? We walk by faith, not by sight. അപ്പോസ്തലനായ പൗലോസും പറയുന്ന സമാനമായ കാര്യമാണല്ലോ, നാം കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. But what this whole chapter 11 teaches us is that God is worth waiting for. ഈ എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഈ ദൈവം, ആ ദൈവത്തിനായിട്ട് നാം കാത്തിരിക്കുവാനായിട്ട് അവൻ മതിയായവനാണ്. Yesterday, a young man picked me up from an RTI faculty, picked me up from the airport at Cochin. ഇന്നലെ ഒരു യുവ സഹോദരൻ എന്നെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. And I got to talking and I learned what he was doing and where he came from. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു, താൻ എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. So he's a faculty at RTI and he said he came from the Godavari government. അദ്ദേഹം പറഞ്ഞു, ഞാൻ റഹോബത്ത് തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ടീച്ചറാണ്, ആന്ധ്രയിലെ ഗോദാവരി ഡെൽറ്റ ആ ഭാഗത്തു നിന്നാണ് ഞാൻ കടന്നു വരുന്നതെന്ന് പറഞ്ഞു. So I asked him, do you know the name Anthony Norris Groves? ആന്റണി നോറിസ് ഗ്രോവ്സ് എന്ന് പറയുന്ന ആ മിഷണറി പേര് അറിയാമോ എന്ന് ഞാൻ യുവ സഹോദരനോട് ചോദിച്ചു.
And I was very delighted. He said, yes, yes, I know his story. അപ്പോൾ ഈ സഹോദരൻ എന്നോട് പറഞ്ഞു, എനിക്കറിയാം, അദ്ദേഹത്തിന്റെ കഥ എനിക്കറിയാം എന്ന് പറഞ്ഞു. Here's a picture of him. He is the first Open Brethren missionary to India. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ആന്ധ്രയിൽ കടന്നു വന്ന ആദ്യത്തെ മിഷണറിയാണ് ആന്റണി നോറിസ് ഗ്രോവ്സ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ. And his life is exactly what we're talking about. A man who obeyed God and trusted him through difficulties. ആ വ്യക്തിയുടെ ജീവിതം, ആ ദൈവത്തിന്റെ ദാസന്റെ ജീവിതം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിച്ച ഒരു ജീവിതമായിരുന്നു. His story is the most exciting missionary biography I have ever read. ഞാൻ വായിച്ചിട്ടുള്ള മിഷണറി ബയോഗ്രാഫിയില് ഏറ്റവും എനിക്ക് സന്തോഷം നൽകിയ ഒരു ജീവചരിത്രമാണ് ഈ ദൈവദാസന്റെ. He was a rich dentist in Exeter in southwest England. ഇംഗ്ലണ്ടിലെ വളരെ ധനികനായി ഒരു ദന്ത ഡോക്ടറായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. And he had to do training to become a missionary, and so he ended up visiting Dublin. അദ്ദേഹത്തിന് മിഷണറി ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അയർലൻഡിലെ ഡബ്ലിനിലേക്ക് കടന്നുപോയി. And that was where he met the very first brethren groups gathering regularly. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ബ്രദറുകാരായ ചില സഹോദരന്മാരെ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായത്. But soon he left his very comfortable life to be a missionary in Baghdad. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ താനായിരുന്ന സുഖസൗകര്യങ്ങളൊക്കെ വിട്ട് ബാഗ്ദാദിലേക്ക്, ഇറാഖിലെ ബാഗ്ദാദിലേക്ക് മിഷണറി ആയിട്ട് കടന്നുപോയി. So there he was in modern day Iraq, and he met war, floods and plague. എന്നാൽ അവിടെ വെച്ചാണ് താന് യുദ്ധവും ക്ഷാമവും അതുപോലെയുള്ള മഹാവ്യാധികളൊക്കെയും കാണുവാനായിട്ട് അനുഭവിക്കാനായിട്ട് ഇടയായത്. More than half the city died, and his wife and son. അവിടെയുള്ള അനേകരും മരിച്ചു, തന്റെ ഭാര്യയും മകനും ഈ ബാഗ്ദാദിൽ വെച്ച് മരിച്ചു. He moved on to India and he visited Kerala, Chennai and Calcutta. അദ്ദേഹം ഇന്ത്യയിലേക്ക് കടന്നു വന്നു, കേരളത്തിലേക്ക് വന്നു, ചെന്നൈയിലേക്ക് പോയി, പിന്നീട് കൽക്കട്ടയിലേക്ക് പോയി. He was a visionary and a motivator, and he brought a team of missionaries to this great land. തന്റെ ഈ ദൗത്യം താൻ മറ്റുള്ളവരോടും പങ്കുവച്ചു. അനേക മിഷണറിമാരെ താൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. He lived by faith and not by a salary. അദ്ദേഹം വിശ്വാസത്താലാണ് ജീവിച്ചത്, കാഴ്ചയാലല്ലായിരുന്നു. And he influenced many people, including the team members at the Godavari Delta Mission. അദ്ദേഹം വളരെ മിഷണറി പ്രവർത്തനങ്ങൾ ആന്ധ്രയിലെ ഗോദാവരി ഡെൽറ്റ ഭാഗങ്ങളിൽ ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. Wonderful story. I'll let you find out for yourself. Read everything you can about this wonderful man. ഈ ദേവദാസനെ കുറിച്ചിട്ടുള്ള ജീവചരിത്രം നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. He was a very gentle and unobtrusive, not a proud man, humble man. അദ്ദേഹം വളരെ താഴ്മയുള്ള ഒരു മനുഷ്യനായിരുന്നു. He often felt he was a failure. തന്റെ ജീവിതത്തിൽ താനൊരു പരാജയമാണെന്ന് പലപ്പോഴും താൻ ചിന്തിച്ചു. But he lived for Christ. He trusted in God, come what may. എന്നാൽ താൻ കർത്താവിന് വേണ്ടി ജീവിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു, അങ്ങനെ മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിരുന്നു. So the hero of his story was God. തന്റെ ജീവിതത്തിലെ വീരപുരുഷൻ എന്ന് പറയുന്നത് വലിയനായ ദൈവം തന്നെയായിരുന്നു. The next person I'm going to talk to you about had himself as the hero of his story. എന്നാൽ അടുത്ത ഒരാളെ കുറിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ചരിത്രത്തിലെ വീരപുരുഷൻ താൻ തന്നെയായിരുന്നു. So the Great Gatsby is a fictional story in America about a man called J. Gatsby. ജെ ഗാറ്റ്സ്ബി എന്ന് പറയുന്ന അമേരിക്കക്കാരനായ ഒരു വ്യക്തിയാണ് അടുത്തയാൾ. And he is a poor man who goes to New York and becomes rich. അദ്ദേഹം വളരെ ദരിദ്രനായ ഒരു വ്യക്തിയായിരുന്നു. താൻ ന്യൂയോർക്കിലേക്ക് കടന്നുപോയി താൻ വളരെ ധനികനായി. He grows rich by bootlegging rum. I think you'd call that Arak. Illegal. Okay. മദ്യമൊക്കെ വിറ്റ് ആ രീതിയിലാണ് താൻ പണം സമ്പാദിച്ചത്. He throws fancy parties. അങ്ങനെയുള്ള പാർട്ടികളൊക്കെ നടത്തി. He is very callous in using people and disposing of them.
ആ ആളുകളെ അവർ തന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് അതിനുശേഷം അവരെ ഉപേക്ഷിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. So in Hindu virtue of gaining wealth, he would do so at the expense of relationships. തന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെയൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ധനം സമ്പാദിച്ച ഒരു വ്യക്തിയാണ്. The story is that he dies and nobody goes to his funeral. ആ ചരിത്രമായി പറയുന്നത് അദ്ദേഹത്തിന്റെ മരണ സമയത്ത് ആരും തന്നെ സംസ്കരിക്കാനായിട്ടുണ്ടായില്ല എന്നുള്ളതാണ്. So very widely known, very poorly respected. അനേക ആളുകൾ അറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു, എന്നാൽ ആരും തന്നെ മാനിച്ചില്ല. He was a man who lived for himself. തനിക്ക് വേണ്ടി തന്നെ ജീവിച്ച ഒരു വ്യക്തി. He was a man who was proud to say, I did it my way. ഞാൻ എന്റെ വഴിയിൽ കാര്യങ്ങൾ ചെയ്തു എന്ന് വളരെ നിഗളത്തോടു കൂടി പറഞ്ഞ ഒരു വ്യക്തി. Abraham did it God's way. അബ്രഹാം ദൈവത്തിന്റെ വഴിയിലാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇടയായത്. The song that fits the life of Abraham is Trust and Obey. ട്രസ്റ്റ് ആൻഡ് ഒബേ എന്ന് പറയുന്ന മനോഹരമായ ഇംഗ്ലീഷ് ഗാനം അബ്രഹാമിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ വളരെ അന്വർത്ഥമായ ഒരു ഗാനമാണ്. People like Jay Gatsby are those who sing, I did it my way. ജെ ഗാറ്റ്സ്ബിയെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഞാൻ എന്റെ വഴിയിൽ ആ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. So if you are in darkness and you don't have a ray of light, trust the Lord. നമ്മുടെ ജീവിതത്തില് പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുക. Don't make yourself the hero of your life. നമ്മുടെ ജീവിതത്തിന്റെ വീരപുരുഷൻ നമ്മെ തന്നെ ആക്കാതെ ഇരിക്കുക. Let God be the hero of your life. നമ്മുടെ ജീവിതത്തിന്റെ വീരപുരുഷനായിട്ട് ദൈവത്തെ തന്നെ നാം ആക്കുക. Build your life as Jesus challenges us. Build your life on what? On the rock. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ വീട് പാറമേൽ പണിയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരിക. Don't build your life on the sand. മണലിന്മേൽ വീട് പണിയുന്നവരായിട്ടല്ല. When you build your life on your sand, you are relying on yourself to get the great happiness. നാം മണലിന്മേൽ വീട് പണിയുക എന്ന് പറഞ്ഞാൽ നാം നമ്മിൽ തന്നെ ആശ്രയിച്ച് സന്തോഷം ലഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന അവസ്ഥയാണ്. My appeal to you today is trust the Lord. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുക. Trust the Lord that He will give you the great happiness. ആ മഹാസന്തോഷം നൽകുവാനായിട്ട് ദൈവം മതിയായവനാണ് എന്ന് ഉറച്ച് ദൈവത്തിൽ ആശ്രയിക്കുക. Be sure of this, God wants to give you the great happiness. ആ സന്തോഷം നൽകുവാനായിട്ട് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. But it is impossible to get the great happiness by my efforts. എന്റെ കഴിവിൽ എനിക്ക് ആ സന്തോഷം നേടുവാനായിട്ട് സാധിക്കുകയില്ല. We will destroy all that we grasp after. നാം അങ്ങനെ പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നാം നഷ്ടപ്പെടുത്തി കളയും. So whether it is wealth or fame or position, let God be the one who gives you what you will get. ധനമോ മാനമോ പ്രശസ്തിയോ എന്ത് തന്നെയാണെങ്കിലും Don't grasp after it yourself. അത് നാമായിട്ട് പോയി പിടിക്കുവാനായിട്ട് ആവശ്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നാം ഇടയാക്കിയത്. Shall we pray? Practical? Oh, okay. No, I will finish here. I'll just say, this is the most important decision to make in your life. Are you going to live trusting God or live trusting yourself? നാം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നാം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് ജീവിക്കുമോ അതോ നമ്മിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമോ? What Abraham shows us is that trusting God is worth doing. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം എന്നുള്ളതാണ് അബ്രഹാമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. Praise the Lord. ദൈവം നമ്മെ സഹായിക്കും.